ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഒരു സ്പെഷ്യൽ ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. ഈ ചപ്പാത്തി പൊറോട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പൊറോട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ ചപ്പാത്തി ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ ഹെൽത്തിയും സോഫ്റ്റുമായ ഈ ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് മാവ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് മാവ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് മാവിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ആയിട്ടുള്ള മൈദ മാവിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നത്. ഇനി 1/2 കപ്പ് അളവിൽ ഗ്രീൻ അണിയനും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ഗ്രീൻ അണിയനാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ ഈ മാവിലേക്ക് മുരിങ്ങയിലയും ഉലുവ ചിരയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിക്കാം. വളരെ നല്ലതാണ് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർക്കുക. നമ്മൾ വെജിറ്റബിൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറുതായി ഒരു നനവ് അതിനുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ലൂസായി പോകരുത്. മാവെല്ലാം നല്ലതുപോലെ നനയുന്നത് വരെ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇനി ഒട്ടുന്നത് മാറാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അപ്പോൾ ഈ കയ്യിൽ ഒട്ടുന്നതും പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ മാറിക്കിട്ടും. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വളരെ വേഗത്തിൽ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. മാവ് നല്ല സ്മൂത്തായി കിട്ടും. ഇപ്പോൾ ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് തേച്ച് കഴിച്ചാൽ മാവ് നല്ല സ്മൂത്തായി കിട്ടും. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ഇടയ്ക്കൊന്ന് തേച്ച് കുഴച്ച് കൊടുത്തതാണ് കേട്ടോ ഇത്. മാവ് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആക്കി ഭാഗിച്ചിട്ട് ചെറിയ ചപ്പാത്തി ഉരുളകളാക്കി എടുക്കാം. ആദ്യം 2ആക്കി ഭാഗിച്ചിട്ട് വീണ്ടും ചെറിയ ഉരുളകളാക്കി എടുക്കാം. മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ വലിയ ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് വലിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ആ 2 കപ്പ് പൊടിയിൽ 7 ഉരുളകളാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് 8 ഉരുളയും ആക്കാം കേട്ടോ. ഇനി ഓരോന്നും നല്ലതുപോലെ ഉരുട്ടി സ്മൂത്ത് ആക്കി വെക്കാം. ഇനി നമുക്കൊരു പൊടി തൂകിയ പലകയിലേക്ക് ഓരോ ഉരുളയും വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിൽ വേണം പരത്താനായിട്ട്. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് പൊടി തൂവി കൊടുക്കാം കേട്ടോ. ഒട്ടൽ മാറാൻ വേണ്ടിയിട്ട് കുറേശ്ശെ പൊടി നമുക്ക് തൂവി കൊടുത്ത് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ പരത്താൻ അറിയില്ലെങ്കിൽ പരത്തിയതിന് ശേഷം ഒരു മോൾഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം റൗണ്ടിൽ തന്നെയാണ് പരത്തുന്നത്. അറിയില്ലാത്തവർ ഒരു മോൾഡ് വെച്ച് കട്ട് ചെയ്ത് റൗണ്ടിലുള്ള ചപ്പാത്തിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം പരത്തിയിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ. ഒത്തിരി കട്ടിയുമല്ല. ഒരു സാധാരണ പരത്തുന്നതിലും കുറച്ച് കട്ടിയിൽ ആണ് പരത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് പൊടി തൂകിയ ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഈ പരത്തിയ ചപ്പാത്തിയുടെ പുറത്തും കുറച്ച് പൊടി തൂവി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇനി പരത്തുന്ന ചപ്പാത്തി എല്ലാം വെച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ ആ 7 ചപ്പാത്തി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ആ പരത്തിയ ചപ്പാത്തിയുടെ പുറത്ത് കുറേശ്ശെ മാവ് തൂവി ഓരോന്നും ഇതിൻ്റെ പുറത്തേക്കാണ് വെച്ചത്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പരത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് ചുട്ടെടുക്കണം കേട്ടോ. കുറേ സമയം വെച്ചാൽ ഒട്ടിപ്പിടിക്കും. ഇനി ചൂടായ തവയിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തിയും വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ചപ്പാത്തി വെച്ചതിന് ശേഷം ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ തിരിച്ചിടുക. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക.
കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ ബബിൾസ് വരും. ഈ സമയത്ത് നമുക്കിത് മറിച്ചിടാം. തീ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഇനി താഴെ ഭാഗം കൂടി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് എണ്ണ നമുക്ക് തടവി കൊടുക്കാം. താഴെ ഭാഗം മുരിഞ്ഞോന്ന് നമുക്ക് മറിച്ചിട്ട് നോക്കാം. താഴെ ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചപ്പാത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. എണ്ണ തടവിയ ദോശത്തവയിലേക്ക് നമുക്ക് ഒരു ചപ്പാത്തി പരത്തിയത് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മീഡിയം ഹീറ്റിൽ ഈ ചപ്പാത്തി ഒന്ന് വാടിക്കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി താഴെ ഭാഗം നല്ലതുപോലെ മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. താഴെ ഭാഗം മൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പം തന്നെ ബുൾസയും റെഡിയാവും. കുട്ടികൾക്കൊക്കെ രാവിലെ ഒരു മുട്ട കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് അല്പം ഉപ്പ് തൂവി കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, അല്ലെങ്കിൽ ചപ്പാത്തി കരിഞ്ഞു പോകും. താഴെ ഭാഗം നന്നായിട്ട് കരിയും. ഇപ്പോൾ കുട്ടികൾക്കുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കുട്ടികൾക്ക് ചപ്പാത്തിയും ബുൾസയും റെഡി ആയിട്ടുണ്ട്. വലിയവർക്കുള്ള ചപ്പാത്തി എല്ലാം റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് കറി കൂട്ടി കഴിക്കണമെങ്കിലും അങ്ങനെയും കഴിക്കാം. ഉണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇത് പൊറോട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഗോതമ്പ് പൊടിയിലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ മൈദയിൽ ചെയ്തെന്ന് ഓർത്ത് നിങ്ങൾ മൈദയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ചപ്പാത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.